പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ഓഫീസിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അങ്ങനെ ആ വരുന്ന കാഴ്ച കണ്ടിട്ട് അനാമിക ചിന്തിക്കുന്നുണ്ട്, അല്ല ആ പെരുങ്കള്ളി ഏതായാലും ആദർശേട്ടനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് വീട്ടിൽ പോയിരിക്കുകയാണ്. ഇതൊരു അവസരമാക്കി എടുത്തിട്ട് ആദർശേട്ടനെ എരിപിരി കൂട്ടിയിട്ട് അവളെ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള എല്ലാ പണിയും എടുക്കണം. ഇത് പറ്റിയ അവസരമാണ് എന്നൊക്കെ കരുതിയിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് പോയിട്ട് അനാമിക വിളിക്കുന്നുണ്ട്, ആദർശേട്ടാ എനിക്ക് ഈ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം ആദർശേട്ടനോട് പറയാനുണ്ട്. ആദർശേട്ടനുമായിട്ടാണല്ലോ ആദർശേട്ടൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾ തെറ്റിപ്പോയിരിക്കുന്നത്. അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നതല്ലേ. പക്ഷെ അന്നൊക്കെ അവരോടുള്ള ആ ഒരു വിശ്വാസത്തിൽ ആദർശേട്ടൻ ഒന്നും വിശ്വസിക്കാതിരുന്നതാണ്. പക്ഷെ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് അറിയോ? ആദർശേട്ടനുമായിട്ടല്ലാതെ അവർക്ക് മറ്റൊരു പുരുഷനുമായിട്ടൊക്കെ ബന്ധമുണ്ട്. കാരണം അതാണല്ലോ രാത്രി അവൾ ഉറക്കമൊഴിഞ്ഞിട്ടൊക്കെ ആദർശേട്ടൻ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം വരയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡൈനിങ് ഹാളിൽ വന്നിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ വെള്ളം എടുക്കാൻ വരുന്ന സമയത്ത് ഓരോ കാഴ്ചകളൊക്കെ കാണാറുണ്ട്. പിന്നെ ആദർശേട്ടനോട് പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ എരിവിരി കേട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് ചിന്തിക്കുന്നുണ്ട്, ഓ ഇവളെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഓരോ കഥകളുമായിട്ട് ഇറങ്ങാൻ. ഇനിയിപ്പോൾ ഏതായാലും നയന അവളുടെ വീട്ടിൽ പോയിരിക്കുകയല്ലേ, അപ്പോൾ അതൊരു അവസരമാക്കിയിട്ട് എന്നെ എരിപിരി കൂട്ടിയിട്ട് അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാതിരിക്കാനുള്ള ഐഡിയ ആയിരിക്കും. ഏതായാലും അവൾക്കൊത്ത് അഭിനയിച്ച് നിൽക്കാം, തൽക്കാലം ഒന്നും അറിയണ്ട. കാരണം അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൾ നല്ലതാണെന്നുള്ളതും ഒക്കെ എനിക്കറിയാം. പക്ഷേ അമ്മയുമായിട്ടുള്ള ആ ഒരു ഇത് എന്നോട് തുറന്ന് പറയാമായിരുന്നു എന്നുള്ളതിനെ നയനയ്ക്കൊരു ചെറിയ ശിക്ഷ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് എന്നുള്ളത് ഇവൾക്ക് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഓ അങ്ങനെയാണോ, എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ. ഏതായാലും അനാമിക പറഞ്ഞത് നന്നായി. അവളെ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരണോ എന്നുള്ള ആലോചനയിലൊക്കെ നിൽക്കുകയായിരുന്നു. പക്ഷേ അനാമിക ഇക്കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും ഞാൻ അവളെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരുന്നില്ല, എന്ത് പെരുങ്കള്ളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയ്ക്കൊപ്പം നിന്നിട്ട് ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അനാമികയ്ക്ക് വളരെയധികം സന്തോഷമാവാണ്. ഓ എൻ്റെ പ്ലാനൊക്കെ ഫലിച്ചല്ലോ, ആദർശേട്ടൻ ഏതായാലും വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. അവളെ ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. അവളെ എന്തായാലും തെറ്റിദ്ധരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോന്ന് പറഞ്ഞിട്ട് അവളെക്കുറിച്ചുള്ള ഓരോന്ന് പറഞ്ഞിട്ട് എരിപിരി കയറ്റിക്കൊണ്ടിരിക്കണം. എന്നാൽ അവളൊരു കാലത്തും ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അനാമിക. ആ സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ട്, അല്ല ആദർശേട്ടൻ ഫുഡ് എന്തെങ്കിലും കഴിച്ചോ? ഇനി അവളില്ല എന്ന് കരുതിയിട്ട് വേറെ ആരും ഇല്ല എന്ന് കരുതരുതേ. ആദർശേട്ടൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോടും പറയാട്ടോ, ഞാനൊരു അനിയത്തിയെ പോലെയല്ലേ. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ, എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നും വേണ്ട മോളെ, ഞാനെല്ലാം കഴിച്ചു, എന്തായാലും പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ആദർശ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഓ അവൾ വിശ്വസിച്ചെന്നാണ് തോന്നുന്നത്. ഏതായാലും അവൾക്ക് കുറച്ച് നേരമെങ്കിലും ഒന്ന് സമാധാനമായിക്കോട്ടെ, അവളുടെ പ്ലാനിങ് ഒക്കെ സക്സസ് ആയി എന്നുള്ളതൊന്ന് കരുതിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ആദർശ് പോവുകയാണ്. അങ്ങനെ ആദർശ് പോയി കഴിഞ്ഞ ശേഷം അനാമിക ചിന്തിക്കുന്നുണ്ട്, ഏതായാലും എൻ്റെ പ്ലാനിങ് ഒക്കെ സക്സസ് ആയി, ഇനി ഒരിക്കലും അവൾ തിരിച്ചു വരാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു മനക്കോട്ട കെട്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ അനാമിക ഇക്കാര്യം തൻ്റെ അച്ഛനോടും അമ്മയോടും വിളിച്ച് പറയുകയാണ്. ആ സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട്, ആദർശ് വിശ്വസിച്ചെന്നോ? ഞാനെന്തായാലും ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഏതായാലും നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അവൾ എന്തായാലും പോയ പോലെ തിരിച്ചു വരുമെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത്, ഇതിനു മുമ്പും അങ്ങനെയാണല്ലോ ഉണ്ടായത്. അതിനെക്കൊണ്ട് ഞാനതൊന്നും വിശ്വസിച്ച് നിൽക്കുന്നില്ല. പിന്നെ അവളെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണികളൊക്കെ നീ ചെയ്തോ, അതെങ്കിലും നീ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, അമ്മ ഞാൻ ആദർശോട് പറയുന്ന സമയത്ത് ആദർശേട്ടൻ അവളെക്കുറിച്ച് നിങ്ങൾ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, ആണോ മോളെ, എനിക്കിത് വിശ്വസിക്കാമോ? അല്ലെങ്കിൽ ഇനി അവസാനം ഒടുവിൽ നമുക്ക് സങ്കടപ്പെടാനാണോ യോഗം? എല്ലാ സമയത്തും അങ്ങനെയാണല്ലോ ഉണ്ടാവാറുള്ളത്, നമ്മുടെ പ്ലാനിങ് ഒന്നും സക്സസ് ആവാറില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് എന്നത്തെയും പോലെയല്ല അമ്മേ, എന്തായാലും ആദർശേട്ടൻ വിശ്വസിച്ചിട്ടുണ്ട്, അവളെ ഇനി കൊണ്ടുവരാനൊന്നും പോകുന്നില്ല, അത്രയ്ക്ക് ഞാൻ എരിപിരി കയറ്റി വിട്ടിട്ടുണ്ട്, കാമുകനുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, നിൻ്റെ കള്ളക്കളി പൊളിയാതിരിക്കാൻ നോക്കിക്കോ, നിൻ്റെ കാമുകനെ പിടിക്കാതിരിക്കാനുള്ള വഴിയൊക്കെ നോക്കിക്കോ, നിൻ്റെ ചുറ്റിത്തിരിലിനെ കുറിച്ചൊക്കെ ഞാൻ അറിയുന്നുണ്ട്, പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, നീ വെറുതെ കുളമാക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മ എന്തൊക്കെയായി പറയുന്നത്, ഞാൻ എന്ത് ചുറ്റിത്തിരിയാനാ, എനിക്കങ്ങനെ ആരുമില്ല, പിന്നെ ഞാൻ ഫ്രണ്ട്സുമൊത്തൊന്ന് കണ്ട് സംസാരിച്ചു എന്നേ ഉള്ളൂ, അതിനി വളച്ചൊടിച്ച് വേറെ രീതിയിലൊന്നും ആക്കിയെടുക്കണ്ടാമേ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് അവർ ഫോൺ വയ്ക്കുകയാണ്. ആ സമയത്ത് അനാമിക വളരെ സന്തോഷത്തോടു കൂടി ഓരോ സ്വപ്നങ്ങൾ കണ്ടിട്ട് അവിടുത്തെ അനന്തപുരിയിലെ രാജകുമാരിയായിട്ട് നയനയും നവ്യയും ഒന്നുമില്ലാതെ അവളൊറ്റയ്ക്ക് രാജകുമാരിയായിട്ടൊക്കെ ജീവിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ.